ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് നാം ഓർക്കാറില്ല. തിരക്കേറിയ ജീവിതചര്യയുടെ സമ്മർദ്ദങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവരെയും ഏത് സ്ഥാനമാനങ്ങൾ പേറിയിരുന്നാലും ദൈവവുമായി ഉറ്റബന്ധം പുലർത്തുന്നവരെയും ദൈവം അറിയുന്നു എന്നത് കൊർന്നല്യോസിനോട് ദർശനത്തിൽ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു എന്നരുളി ചെയ്ത ദൂതന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. യോപ്പയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ 100 പടയാളികൾക്ക് അധിപനായിരുന്നു കൊർന്നല്യോസ്. ശതാധിപനെന്നുള്ള തന്റെ ഔദ്യോഗിക പദവി തിരക്കുള്ളതായിരുന്നെങ്കിലും ആ തിരക്ക് ദൈവവുമായുള്ള തന്റെ നിരന്തര ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുവാൻ കൊർന്നല്യോസ് അനുവദിച്ചില്ല. ശതാധിപൻ എന്ന നിലയിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പന്നനാകുവാൻ തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിക്കാമായിരുന്നിട്ടും അത് ചെയ്യാതെ ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു കൊർന്നല്യോസ്. പ്രവൃത്തിയോട് കൂടിയുള്ള അവന്റെ പ്രാർത്ഥന അത്യുന്നതനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എത്തിയതിന്റെ കാരണം അവന്റെ പ്രാർത്ഥനകൾ കൈക്കൂലിയുടെയും കരിഞ്ചന്തയുടെയും മ്ലേച്ഛതകളുടെയും കറപുരളാത്ത കരങ്ങളോടെയായിരുന്നു എന്നതാണ്. കർത്താവിന് അവനെ കൂടുതലായി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ദൂതനെ അയച്ച് യോപ്പായിൽ തോൽപ്പണിക്കാരനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുവാൻ കൽപ്പിച്ചത്. അതേസമയം തന്നെ പത്രോസിന് കർത്താവ് ദർശനത്തിൽ അന്യജാതിക്കാരെ തനിക്കായി ചേർക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സഹോദരാ സഹോദരി, ജീവിത സാഹചര്യങ്ങളുടെ തിരക്കിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന പദവികളിൽ നീ വിരാജിക്കുമ്പോൾ ഇവയൊക്കെയും നിനക്ക് തന്ന ദൈവത്തോട് എത്രമാത്രം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? നിനക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ദൈവത്തിനായി മനുഷ്യർക്കായും എന്ത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ സമയത്ത് ദൈവത്തിന് നിന്നെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളതെന്ന് നീ ചിന്തിക്കുമോ?